ഹായ്. അപ്പോൾ സൈലം PSCയുടെ ടീച്ചിങ് എക്സാം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പ്രധാനപ്പെട്ട കേട്ടിട്ട് ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ പലപ്പോഴും കഥാപാത്രങ്ങൾ ഒരു പദ്യഭാഗം തന്നിട്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരുടെ വരികളാണിത്, അല്ലെങ്കിൽ ഈ ഒരു കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി PSC ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യം നോക്കാം. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ എന്നുള്ളതാണ് ചോദ്യം. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ, അങ്ങനെ 4 കഥാപാത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കാവ്യത്തിലെ വരികളാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യത്തിലെ ഒരു വരികളാണ്. ഇതാര് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രമണനാണോ പറഞ്ഞത്, ചന്ദ്രികയാണോ പറഞ്ഞത്, ഭാനുമതിയാണോ, മദനനാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രികയാണ്. മുഖ്യ കഥാപാത്രമായ ചന്ദ്രികയാണ്. ഇതിലെ മെയിൽ കഥാപാത്രം എന്ന് പറയുന്നത് രമണനുമാണ്. ഇനി ഭാനുമതിയും മദനനുമാകട്ടെ രമണൻ്റെയും ചന്ദ്രികയുടെയും കൂട്ടുകാരായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി കാക്കനാടൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? VV അയ്യപ്പൻ, ചെറിയാൻ മാപ്പിള, P സച്ചിദാനന്ദൻ, ജോർജ് വർഗീസ്. ആരെയാണ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ്? കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. കാക്കനാടൻ. ഓക്കെ അല്ലേ? അപ്പോൾ കാക്കനാടനാണ് ജോർജ് വർഗീസ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി താഴെ നൽകിയിരിക്കുന്നതിൽ മധ്യമ പുരുഷൻ, അതായത് ഇവിടെ VV അയ്യപ്പനെ അറിയപ്പെടുന്ന എന്ത് പേരിലാണെന്നറിയാമോ? കോവിലൻ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോവിലൻ. ഇനി P സച്ചിദാനന്ദനെയാണ് നമ്മൾ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ചെറിയാൻ മാപ്പിള എന്ന് വിളിക്കുന്നത് ആരെയാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിള അല്ലേ? ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിലൊക്കെ അറിയപ്പെടുന്ന ചെറിയാൻ മാപ്പിള കട്ടക്കയം എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇനി താഴെ നൽകിയിരിക്കുന്നതിൽ മധ്യമ പുരുഷൻ ഉദാഹരണം നോക്കാം. നിന്റെ, എൻ്റെ, അദ്ദേഹം, എനിക്ക്. അപ്പോൾ പ്രധാനമായിട്ട് 3 സർവനാമങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉത്തമ പുരുഷ സർവനാമം, അതുപോലെ തന്നെ മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ, മധ്യമ, പ്രഥമ അല്ലേ? യെസ്. അപ്പോൾ ഉത്തമ പുരുഷ സർവനാമമുണ്ട്, മധ്യമ പുരുഷ സർവനാമമുണ്ട്, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് എപ്പോഴും സംസാരിക്കുന്ന ആൾ അഥവാ വക്താവ്. ഞാൻ, എൻ്റെ, എനിക്ക്. ഇതൊക്കെയാണ് ഞാൻ, എൻ്റെ, എനിക്ക്. ഇനി മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുമ്പോൾ നീ വരും, നിന്റെ വരും, അതുപോലെ തന്നെ നിനക്ക്, നീ, നിന്റെ, നിനക്ക് തുടങ്ങിയവയൊക്കെ എന്തിലാണ് വരുന്നത്? മധ്യമ പുരുഷ സർവനാമം. അപ്പോൾ പ്രഥമ പുരുഷ സർവനാമമോ? പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുമ്പോൾ അവൻ വരും, അതുപോലെ അവൾ വരും, അവൻ, അവൾ, അവർ. ഇതൊക്കെ എന്താണ്? പ്രഥമ പുരുഷ സർവനാമമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഉത്തമ, മധ്യമ, പ്രഥമ ഈ സർവനാമങ്ങളിൽ ക്വസ്റ്റ്യൻ മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏതെന്നാണ്. അപ്പം മധ്യമം എന്ന് പറയുമ്പോൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നീ, നിന്റെ, നിനക്ക് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് നിന്റെ എന്നാണ്. അടുത്തത് നോക്കിക്കേ. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ. മലയാളത്തിലെ പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരനും മലയാളത്തിലെ പ്രശസ്തനായ മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരൻ, അതുപോലെ തന്നെ മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ, നോവലിസ്റ്റ് എന്നുള്ള നിലകളിലൊക്കെ തിളങ്ങിയ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ് എന്ത്? ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ്. ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ. ഓക്കെ അല്ലേ? അപ്പം ഹൃദയരാഗങ്ങളാണ്. ഇനി എൻ്റെ കഥ ആരുടേതാണ്? മാധവിക്കുട്ടി. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. കർമ്മഗതി ആരുടെയാണ്? MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. ഓർമ്മകളുടെ ലോകത്തിൽ, അതുപോലെ തന്നെ എതിർപ്പ്. ഇങ്ങനെ 2 കൃതികൾ അല്ലെങ്കിൽ 2 ആത്മകഥകൾ ഉള്ളത് ആർക്കാണ്? P കേശവദേവ്. ആരുടെയാണ്? P കേശവദേവിൻ്റെ ആത്മകഥകളാണ് ഏത്? ഓർമ്മകളുടെ ലോകത്തിലും എതിർപ്പും. ഇനി കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കണ്ണുനീര്. ലോഭം, ലോചനം, അക്ഷി, ലോചം. അപ്പൊ കണ്ണുനീര് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദത്തിൽ നമുക്ക് ലോചം പറയാം. കാരണം ലോഭം, അത്യാഗ്രഹം,
ഒരാൾ ലോഭത്തോടെ പെരുമാറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹമാണ്. അക്ഷി എന്താണ്? കണ്ണാണ്. അക്ഷി കണ്ണ്. ലോചനം എന്താണ്? ലോചനം കണ്ണ് തന്നെയാണ്. അക്ഷി, നയനം, നേത്രം ഒക്കെ അതാണ്. ഇനി ലോചം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണുനീർ എന്നുള്ള അർത്ഥമാണ്. കണ്ണുനീര്. ഇനി തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം, എല്ലാ മാസം തോറും ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അപ്പം നോക്കാം, എല്ലാ മാസം തോറും അല്ലേ, എല്ലാ എന്ന് പറയുന്നതിന് ഈക്വൽ തന്നെയാണ് എന്ത് വരുന്നത്? തോറും. എല്ലാ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? തോറും എന്നുള്ള അർത്ഥം വരും. എല്ലാം ഈസ് ഈക്വൽ ടു തോറും. ഓക്കെ, അപ്പം പിന്നെ അവിടെ എല്ലാ മാസം തോറും എന്ന് ആവശ്യം ഇല്ല. ഓക്കെ, അതായിരുന്നു അവിടുത്തെ തെറ്റ്. നോക്കിയാൽ നമ്മളെ ബോധന രീതിയുമായി ബന്ധപ്പെട്ട നാറാണത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? നാറാണത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിച്ചാൽ ഏത് സമ്പ്രദായമാണ് ഇത് ഉൾക്കൊള്ളുന്നത്? 1 ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം, 2 ക്രീഡാരീതി, 3 ആഗമന നിഗമന രീതി, 4 ഡാൾട്ടൻ പദ്ധതി. ഇതിലെന്താണ് ഈ നാറാണത് ഭ്രാന്തൻ എന്ന കവിത ഈ കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ? 1 ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം, 2 ക്രീഡാരീതി. 2 ക്രീഡാരീതിയാണ്. ക്രീഡാരീതി എന്ന് പറയുമ്പോൾ കളി രീതി എന്നാണ് ഇതിനെ അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത്. കളിരീതിയാണ്. അപ്പോൾ കളിരീതി എന്ന് പറയുന്നത് ക്രീഡാരീതിയാണ്. കളിരീതി. അപ്പോൾ ക്രീഡാരീതി എന്നത് നമ്മളിപ്പം എന്താണ്, കുട്ടികൾ കവിതയാണ് എന്ത് രൂപത്തിൽ അവതരിപ്പിക്കുന്നത്? നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത്, അതായത് ഒരു കുട്ടിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെ ഭാഷയാണ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ താഴെ പറഞ്ഞതിൽ ഒരെണ്ണം നമുക്ക് അങ്ങ് ഒഴിവാക്കണം. അങ്ങനെയെങ്കിൽ ഏത് ഒഴിവാക്കും? പ്രഭാഷണം ഒഴിവാക്കരുത്. പ്രഭാഷണങ്ങളിലൂടെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. സെമിനാറുകൾ ഒഴിവാക്കരുത്. സെമിനാറുകളിൽ പ്രസംഗിച്ച് കുട്ടി ഭാഷ പഠിക്കും. അഭിമുഖം എന്ന് പറയുമ്പോഴും സംസാരം, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടല്ലേ, ഭാഷ വരുന്നുണ്ട്. എന്നാൽ ഗ്രാഫ് എന്ന് പറയുന്ന വിഭാഗത്തിലാകട്ടെ, ഗ്രാഫുകളിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല. ഇനി കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായാണ്? കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ്? നിരന്തര വിലയിരുത്തല്, വാർഷിക വിലയിരുത്തല്, ടേം വിലയിരുത്തല്, മേൽപ്പറഞ്ഞ ABC ഒന്നും അല്ലെന്ന്. കുട്ടികളുടെ പോർട്ട്ഫോളിയോ എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു വർഷം ചെയ്യുന്ന സകലമാന പഠന പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് എന്ത്? പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ, അതായത് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഏത് വിലയിരുത്തലിന്റെ ഭാഗം? നിരന്തര വിലയിരുത്തല്, വാർഷിക വിലയിരുത്തല്, ടേം വിലയിരുത്തൽ. അപ്പം ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ കുട്ടികളുടെ പോർട്ട്ഫോളിയോ എന്നത് ഉദ്ദേശിക്കുന്ന ഒരു വർഷത്തെ പഠന പ്രവർത്തനത്തിന്റെ ആകെത്തുകയെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ വരുമ്പം കുട്ടിയുടെ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗം CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ. അങ്ങനെ ഒരു വർഷം കുട്ടി നടത്തുന്ന മുഴുവൻ പഠന പ്രവർത്തനങ്ങളെയും ഒരു ഫയലായിട്ട്, ഒരു റെക്കോർഡായിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉദ്ഗ്രഥിത സമീപനം. എന്താണ് ഉദ്ഗ്രഥിത സമീപനം? അതായത് ഇപ്പം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയാണ് 3ലും 4ലും. 3ലും 4ലും പഠിപ്പിക്കുന്നതിൻ്റെ തുടർച്ച 5ൽ. അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റിൻ്റെ ബാക്കി തുടർച്ച അടുത്തതിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദ്ഗ്രഥിത സമീപനം. നോക്കണേ, അടുത്തത് OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്തെന്നാണ്? അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിന്റെ തകർച്ചയൊക്കെയാണ് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്? ഈ ഒരു ചെങ്ങന്നൂർ വണ്ടി എന്ന കഥയായിട്ട് വരുന്നത്. ഇനി ഇതൊക്കെയോ കടൽ തീരത്ത്. ഇത് വരുന്നത് എന്താണ്? കടൽ തീരത്ത് എന്നതാണ്. കടൽ തീരത്തെന്ന് പറയുന്ന OV വിജയന്റെ കഥയിൽ നമുക്കറിയാം അല്ലേ, വെള്ളായിയപ്പനാണ് അവിടെ മുഖ്യ കഥാപാത്രമായി വരുന്നത്. വെള്ളായിയപ്പൻ അവിടെ മുഖ്യ കഥാപാത്രമാണ്. അങ്ങനെയുള്ള വെള്ളായിയപ്പനെ, ഈ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ ആണ് അവിടെ അവതരിപ്പിക്കുന്നത്. പാഴുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ വരുന്നുണ്ട്, മരണാനന്ദ ക്രിയ വരുന്നുണ്ട്, ഒരച്ഛൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കടൽ തീരത്ത് എന്ന കഥ വരുന്നത്. എന്നാൽ ചെങ്ങന്നൂർ വണ്ടിയിലാകട്ടെ
അവിടെ പിന്നെ അധികാര ഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയാണ് വരുന്നത്. വഹിനി സന്തപ്ത ലോഹസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ് എന്നുള്ളതാണ്. ചുട്ടുപഴുത്ത ലോകത്തിൽ വീഴുന്ന ജലം, ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരു കാവ്യഭാഗം തന്നിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, പലപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ആശയമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വേർഡ് മീനിങ് എടുക്കും. വേർഡ് മീനിങ്ങോ ആ വരികളുടെ മീനിങ്ങോ അല്ല എടുക്കേണ്ടത്, ആശയമാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ആശയം എടുക്കുമ്പോഴത്തേക്ക് മനുഷ്യജീവിതം നശ്വരമാണ്, മനുഷ്യജീവിതം വളരെ ഷോർട്ടാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാണ്? ബോധധാര പട്ടിക. ഇപ്പം സ്വർഗദൂതൻ ഇതാരുടെയാണെന്നറിയാമോ? പോഞ്ഞിക്കര റാഫി. ആരുടെയാണ്? പോഞ്ഞിക്കര റാഫി. മഞ്ഞ് MTയുടെയാണ്. അരനാഴിക നേരം ആരതാണ്? പാറപ്പുറത്തിൻ്റെയാണ്. അങ്ങനെ ഈ 3 പേരും ബോധധാര നോവലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ബാല്യകാല സഖി ആരുടെയാണ്? ബഷീർ. ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന ബോധധാര നോവലല്ല. ഇനി എന്താണ് ഈ ബോധധാര നോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോധധാര നോവൽ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം വന്നു നിന്ന് കഥ പറഞ്ഞു തുടങ്ങുകയും ആ കഥാപാത്രത്തിൻ്റെ ചിന്തകളിലൂടെ കൃതി ഇങ്ങനെ പുരോഗമിച്ചു പോകുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോധധാര സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. നോക്കണേ. നിരൂപണം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, യാത്രാ വിവരണം. ഓക്കെ. അങ്ങനെ MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് അത് വരുന്നത് ബാലസാഹിത്യ വിഭാഗത്തിലാണ്. മാണിക്യക്കല്ല് എന്ന് പറയുന്ന ഒരു ചെറുകഥ അല്ലേ, അതുൾപ്പെടുന്നത് ഏതിലാണ്? MTയുടെ ഒരു പ്രശസ്തമായ ബാലസാഹിത്യ കൃതിയാണ്. ഇനി വേളധികം തൂ വേൾത്തു അതെന്തിൽ വരും? വേട്ടു ആണ് വരുന്നത്. ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. വേൾത്തു വേട്ടു, വേൾ പ്ലസ് തൂ ആണ് വേട്ടു. വേൾത്തു വേട്ടു. ഇനി മുൻവിനയച്ചത്തിന് ഉദാഹരണം. പറയാൻ പോയി, കുളിക്കാൻ പോയി, പറഞ്ഞു പോയി, പറക വേണം. മുൻവിനയച്ചത്തിന് ഉദാഹരണമാണ് അല്ലേ. മുമ്പ് നടന്നത്, അപ്പൊ പറഞ്ഞു പോയി. പറക വേണമാണെങ്കിൽ നടുവിനയച്ചം. കുളിക്കാൻ പോയി പിൻവിനയച്ചം. പറയാൻ പോയി ഓൾസോ പിൻവിനയച്ചം. പിൻവിനയച്ചമാണ് എന്ത്? മുൻവിനയച്ചം എന്ന് പറയുന്നത് പാസ്റ്റിൽ പറയുന്നതാണ്. പിന്നീട് വരാൻ പോകുന്നതാണ് പിൻവിനയച്ചം. അവിടെ ആൻ എന്ന പ്രത്യയം ഉണ്ടായിരിക്കും. ആൻ. ഇനി നോക്കണേ. ആശയ അവതരണ രീതിയുടെ ക്രമം ഏതാണ്? വാക്യം, അക്ഷരം, വാക്യസമൂഹം, പദം. പക്ഷെ ഇവിടെ നമ്മൾ ആശയ അവതരണമാകുമ്പോൾ നേരെ തിരിച്ചു വരും. ഒരു വാക്യസമൂഹം, വാക്യം, പദം, അക്ഷരം എന്നിങ്ങനെ വരുന്നതാണ് ആശയ അവതരണ രീതി. ആശയത്തിനാണ് അവിടെ പ്രാധാന്യം. അവിടെ വാക്യ സമൂഹങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം വരുന്നത്. ശരിയായ പദം നമുക്കറിയാം അല്ലേ. തിഥി നോക്കാതെ കടന്നു വരുന്നവന് അതിഥി. അപ്പൊ ഈ അതിഥിയെ സ്വീകരിക്കുന്നവനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആതിഥേയൻ. എന്ത് പറയും? ആതിഥേയൻ. ആതിഥേയൻ. ഇനി രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞൻ? വൈഗോട്സ്കി, നോം ചോംസ്കി, ബ്രൂണർ, പിയാഷെ. അത് നമുക്കറിയാം അല്ലേ. നോം ചോംസ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാ പഠന സിദ്ധാന്തമാണ് എന്ത്? രചനാന്തരണ പ്രജനക വ്യാകരണം. എന്തുവരും? രചനാന്തരണ പ്രജനക വ്യാകരണം. രചനാന്തരണ പ്രജനക വ്യാകരണം. ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യയം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകമാണ് സ്വനിമം. അതായത് നമ്മളിങ്ങനെ ഒരു അക്ഷരമോ പദമോ വാക്യമോ ഒക്കെ ഉച്ചരിക്കുന്ന സമയത്തിൽ ഏറ്റവും ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അർത്ഥമുള്ള യൂണിറ്റിനെ നമ്മൾ എന്തു പറയും? ഏറ്റവും ചെറിയ അർത്ഥമുള്ള യൂണിറ്റിനെയാണ് പറയുന്നത് എന്ത്? ഏറ്റവും ചെറിയ അർത്ഥപരമായ ഇത് കിട്ടുന്ന ഏറ്റവും ചെറിയ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് സ്വനിമം. എന്താണ് പറയുന്നത്? സ്വനിമം എന്നാണ് പറയുന്നത്. സ്വനിമം അതിന് പറയുന്ന പേരാണ് സ്വനിമം. ഓക്കെ അല്ലേ? യെസ്, സ്വനിമം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ.
അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും കേറ്ററ്റ് പരീക്ഷയുടെ സിലബസിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പഠിച്ചതൊക്കെ. ഒന്ന് ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതാണ് നോം ചോംസ്കിയുടെയും പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഉദ്ഗ്രഥിത സമീപനവും ഒക്കെ വന്നത്. പിന്നെ വൊക്കാബുലറിയും സാഹിത്യവും ഇതുപോലെ പ്രധാനപ്പെട്ടവയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ചോദ്യങ്ങളുമായി കേറ്ററ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.